ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചിയിൽ അധ്യായം 11. ഈസ ഒരിക്കൽ ഒരിടത്ത് ദുആ ഇരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ സ്വഹാബികളിൽ ഒരുവൻ വന്ന് പറഞ്ഞു, റബ്ബേ, മഅ്മൂദിയക്കാരൻ യഹിയ തന്റെ സ്വഹാബികൾക്ക് തഅലീം കൊടുത്തതുപോലെ ഞങ്ങൾക്കും ദുആ ഇരിക്കുവാൻ തഅലീം തന്നാലും. ഈസ ഇജാബത്ത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ഇരിക്കുവിൻ: ഞങ്ങളുടെ ആസ്മാനി ബാപ്പ്, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ മശീഹത്ത് ജന്നത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉജീനം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് പാപം ചെയ്തവരോട് ഞങ്ങൾ പൊറുത്തതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും പൊറുക്കണമേ, ഞങ്ങളെ ശർറിലേക്കുള്ള പ്രലോഭനത്തിലേക്ക് നയിക്കരുതേ, ഇബ്ലീസിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പിന്നെ ഈസ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്വദീഖുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ സ്വദീഖിൻ്റെ ഖരീബിൽ ചെന്ന്, യാ സ്വദീഖ്, എനിക്ക് 3 അപ്പം കടം തരണം. എൻ്റെ ഒരു സ്വദീഖ് മുസാഫിറായി എൻ്റെ ഖരീബിൽ വന്നിരിക്കുന്നു. എൻ്റെ കയ്യിൽ അവന് കൊടുക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വദീഖ് അകത്തുനിന്ന്, എന്നെ ഇടങ്ങേറാക്കരുത്, വാതിലടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്വദീഖ് ആയതുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നാണിക്കാതെ ചോദിക്കുന്നത് കൊണ്ട് എഴുന്നേറ്റ് ആ സ്വദീഖിന് ആവശ്യമുള്ളത് അവൻ നൽകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കാരണം യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ ഏത് ഉപ്പയാണ് കല്ല് കൊടുക്കുക? അല്ല, മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് സ്വാലിഹായ സ്വതക്ക നൽകാൻ ശർറ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആസ്മാനി ബാപ്പ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി റൂഹുൽ ഖുദ്ദൂസിനെ നൽകും. ഒരിക്കൽ ഈസ ഊമനായ ഒരു ഇൻസാനിൽ നിന്ന് റൂഹുൻ നജസിനെ ഒഴിപ്പിച്ചു. റൂഹുൻ നജസ് വിട്ടുപോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അജബിലായി. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, റൂഹുൻ നജസിന്റെ മുദീറായ ബേൽസബൂലിനെ കൊണ്ടാണ് ഈസ റൂഹുൻ നജസുകളെ പുറത്താക്കുന്നത്. വേറെ ചിലർ ഈസയെ പരീക്ഷിക്കുവാൻ ജന്നത്തിൽ നിന്ന് ഒരു അലാമത്ത് ആവശ്യപ്പെട്ടു. ഈസ അവരുടെ ഫിക്ർ അറിഞ്ഞു പറഞ്ഞു, ഏതൊരു രാജ്യവും തന്നിൽ തന്നെ ഭിന്നിച്ചു നിന്നാൽ എല്ലാം ഫസാദായി പോകും. കുടുംബങ്ങളും അങ്ങനെ ഭിന്നിച്ചു നിന്നാൽ അവരും ഫസാദാകും. ശൈത്താൻ തന്നോട് തന്നെ എതിരായാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിൻ്റെ ഖുവ്വത്ത് കൊണ്ടാണ് റൂഹുൻ നജസുകളെ പുറത്താക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ റൂഹുൻ നജസുകളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ അനുയായികൾ ആരെക്കൊണ്ടാണ് റൂഹുൻ നജസുകളെ പുറത്താക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അനുയായികൾ തന്നെ നിങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് തെളിയിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുവ്വത്ത് കൊണ്ടാണ് ഞാൻ റൂഹുൻ നജസുകളെ പുറത്താക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹുവിൻ്റെ രാജ്യം നിങ്ങളുടെ ഖരീബിൽ വന്നിരിക്കുന്നു. ആയുധം കയ്യിലുള്ള താക്കത്തുള്ള ഒരാൾ തൻ്റെ പുര കാക്കുമ്പോൾ തൻ്റെ സാധനങ്ങൾ ഉറപ്പോടെ ഇരിക്കുന്നു. എന്നാൽ അവനേക്കാൾ താക്കത്തുള്ളവൻ വന്ന് അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അവൻ രക്ഷയ്ക്കു വേണ്ടി കരുതിയിരുന്ന ആയുധങ്ങൾ പിടിച്ചു പറിച്ച് അവൻ്റെ വസ്തുവകകൾ കൊള്ള ചെയ്ത് പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നു. എന്നോടുകൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. എന്നോടുകൂടെ ചേർക്കുന്നതിൽ എന്നിൽ സഹായിക്കാത്തവൻ ഫസാദാക്കുന്നു. റൂഹുൻ നജസ് ഒരു ഇൻസാനെ വിട്ടുപോകുമ്പോൾ അസ്തിറാഹത്തിനുള്ള സ്ഥലം തേടി വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്നു. അസ്തിറാഹത്തിനുള്ള സ്ഥലം കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ബൈത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങിപ്പോകും. തിരിച്ചു വരുമ്പോൾ ആ ബൈത്ത് അടിച്ചുവാരി തർത്തീബാക്കി വെച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ഷർറ് കൂടിയ മറ്റ് 7 റൂഹിനെയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ചു പാർക്കുന്നു. അങ്ങനെ ആ ഇൻസാന്റെ ഹാല് ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു. ഈസ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ഹുർമ ഉച്ചത്തിൽ പറഞ്ഞു, നിന്നെ ഗർഭത്തിൽ വഹിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്ത സ്ത്രീ നസീബുള്ളവൾ. എന്നാൽ ഈസ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കലാം കേട്ട് അത് പാലിക്കുന്നവരാണ് നസീബുള്ളവർ.
ജനക്കൂട്ടം പെരുകി വന്നപ്പോൾ ഈസ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ഷർറായ തലമുറയാണ്. ഇവർ അലാമത്ത് തേടുന്നു. എന്നാൽ യൂനുസിന്റെ അലാമത്തല്ലാതെ മറ്റൊരു അലാമത്തും ഇവർക്ക് നൽകപ്പെടുകയില്ല. യൂനുസ് നിനവേക്കാർക്ക് അലാമത്ത് ആയിരുന്നതുപോലെ ഇബ്നുൽ ഇൻസാനും ഈ തലമുറക്ക് അലാമത്തായിരിക്കും. തെക്കേ ദേശത്തെ സുൽത്താന ഖിയാമത്ത് നാളിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റവാളികൾ എന്ന് വിധിക്കും. കാരണം സുലൈമാൻ മലിക്കിന്റെ ഇൽമ് നേരിട്ടറിയാൻ അവൾ ദുനിയാവിന്റെ അതിർത്തിയിൽ നിന്നും വന്നുവല്ലോ. എന്നാൽ ഇതാ ഇവിടെ സുലൈമാനേക്കാൾ അളീമായവൻ. നിനവേയിലെ ജനങ്ങൾ ഖിയാമത്ത് നാളിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അവരെ കുറ്റവാളികൾ എന്ന് വിധിക്കും. കാരണം യൂനുസിന്റെ വയല് കേട്ട് അവർ പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്ത് മടങ്ങി. എന്നാൽ ഇതാ ഇവിടെ യൂനുസിനേക്കാൾ അളീമായവൻ. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ വിളക്കുകാലിന്മേലാണ് വെക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ ശരീരത്തിന്റെ വിളക്കാണ്. നിങ്ങളുടെ കണ്ണുകൾ സ്വഹീഹാണെങ്കിൽ ശരീരം മുഴുവൻ മുനവ്വറായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ നജസാണെങ്കിൽ ശരീരം മുഴുവനും മുതലിമായിരിക്കും. ഈസ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഉജീനിക്കുന്നതിന് ഈസയെ ക്ഷണിച്ചു. ഈസ ബൈത്തിനുള്ളിൽ ചെന്ന് ഉജീനത്തിനിരുന്നു. കൈകാലുകളെ ആചാരപരമായി കഴുകിയില്ല എന്ന് കണ്ട് ആ ഫരിസേയൻ അജബിലായി. അപ്പോൾ റബ്ബ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ അത്യാർത്തിയും ഷർറും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹംക്കുകളെ, പുറമുണ്ടാക്കിയവൻ തന്നെയല്ലേ അകവും ഉണ്ടാക്കിയത്? നിങ്ങൾക്കുള്ളത് മിസ്കീനുകൾക്ക് സ്വതക്ക ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തുഹൂറായിരിക്കും. ഫരിസേയരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ തുളസി, പുതിന കൂടാതെ ഇലച്ചെടികളുടെയും 10-1 അള്ളാഹുവിന് കൊടുക്കുന്നു. പക്ഷേ നീതിയും അള്ളാഹുവിൻ്റെ ഹുബ്ബും അവഗണിക്കുന്നു. ഇവയെ അവഗണിക്കാതെ മറ്റുള്ളതെല്ലാം ചെയ്യേണ്ടതായിരുന്നു. ഫരിസേയരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ പള്ളികളിൽ സദറും അങ്ങാടിയിൽ സലാം പറയുന്നതും ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! തിരിച്ചറിയാൻ കഴിയാത്ത കബറുകൾ പോലെയാണ് നിങ്ങൾ. ഇൻസാനിയത്ത് അതറിയാതെ അതിൻ്റെ മീതെ നടക്കുന്നു. മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമുകളിൽ ഒരാൾ ഈസയോട് പറഞ്ഞു, മുഅല്ലിം, അങ്ങ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെയും കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈസ പറഞ്ഞു, മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം! താങ്ങാനാവാത്ത ചുമടുകൾ ഇൻസാനിയത്തിന്റെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു. നിങ്ങളോ ആ ചുമടുകൾ ചുമക്കുന്നതിൽ അവരെ മുസായിദ ചെയ്യാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങളുടെ ഉപ്പാപ്പന്മാർ കൊന്നുകളഞ്ഞ നബിമാർക്ക് നിങ്ങൾ മക്ബറ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ ഉപ്പാപ്പന്മാർ ചെയ്ത അമലുകൾക്ക് നിങ്ങൾ ഷാഹിദുകളായിരിക്കുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവർ അവരെ കൊന്നു, നിങ്ങൾ അവർക്ക് മക്ബറ പണിയുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തൻ്റെ ഇൽമ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നബിമാരെയും റസൂലുമാരെയും അവരുടെ ഖരീബിലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ചിലരെ അവർ അദാബിലാക്കുകയും ചെയ്യും. ഹാബീലിൻ്റെ രക്തം മുതൽ ബലിപീഠത്തിനും മുഖദ്ദിസായ സ്ഥലത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ട സഖറിയ ഇമാമിൻ്റെ രക്തം വരെ, ദുനിയാവിൻ്റെ ആരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല നബിമാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരവാദികളായിരിക്കും. അതെ, ഈ തലമുറയോട് അതിന് ഞാൻ പകരം ചോദിക്കും എന്ന് ഞാൻ പറയുന്നു. മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ മാരിഫത്തിന്റെ താക്കോൽ കൈവശമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് കടന്നില്ല, കടക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. ഈസ അവിടെ നിന്ന് പോകുമ്പോൾ മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളും ഫരിസേയരും അവനോട് ഹമാസത്തായി എതിർക്കുവാനും ഈസ പറയുന്ന മറുപടിയിൽ അവനെ വാക്കിൽ കുടുക്കാനായി പലതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുവാനും തുടങ്ങി.